Once again, welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ബനാന ഹൽവയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ചധികം സമയവും ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഹൽവ ഉണ്ടാക്കുന്നതിനായി നന്നായി പഴുത്ത 1 കിലോ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസുകളാക്കി മാറ്റുകയാണ്. ഈ പഴം മിക്സി ജാറിലേക്ക് മാറ്റി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. മുഴുവൻ പഴവും 2 തവണയായാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇതിലേക്ക് 350 ഗ്രാം ശർക്കര ഇട്ട് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റായ ശർക്കര വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചെടുത്തതാണിത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 30 ഗ്രാം നട്ട്സ് വറുത്തെടുക്കുകയാണ്. നട്ട്സിനൊപ്പം ബദം, നിലക്കടല എന്നിങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്തും ഇതിൽ ചേർക്കാവുന്നതാണ്. നട്ട്സ് വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ അരച്ചെടുത്ത പഴം ചേർത്ത് ഒരു തവ ഉപയോഗിച്ച് നെയ്യും പഴവും മിക്സ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയാകും. മെൽറ്റ് ചെയ്ത ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്. പകരം ശർക്കര മതിയെങ്കിൽ 100 ഗ്രാം അധികമായി, അതായത് 450 ഗ്രാം ചേർത്താലും മതിയാകും. ഒരു നുള്ളുപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് ഈ സമയം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കണം. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഹൽവ അടുപ്പിൽ നിന്ന് വാങ്ങേണ്ട പരുവമായി കഴിഞ്ഞു. ഇനി ഇത് കൂടുതൽ നേരം അടുപ്പിൽ കിടന്നാൽ ഹൽവ ഹാർഡായി മാറും. നേരത്തെ അടുപ്പിൽ നിന്ന് വാങ്ങിയാൽ ഹൽവ കോരിയെടുക്കാവുന്ന ഒരു പരുവമായിരിക്കും. ഞാൻ ഈ ഒരു പരുവത്തിൽ അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ്. ഇനി ഒരു ട്രേ സെറ്റ് ചെയ്യണം. ആദ്യം നെയ്യ് എല്ലാ വശവും തടവിയെടുത്ത് നട്ട്സും വെളുത്ത എള്ളും വിതറിയെടുത്ത ട്രേയിലാണ് ഹൽവ സെറ്റ് ചെയ്യുന്നത്. ഹൽവ തണുത്ത ശേഷം മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇതാ വളരെ ടേസ്റ്റുള്ള ബനാന ഹൽവ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.